പട്ടണം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് വിദ്യാഭ്യാസ വകുപ്പ് വെച്ച് നൽകുന്ന വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. മിഥുന്റെ കുടുംബത്തിന് ഈ മാസം 24-ന് താക്കോൽ കൈമാറിയേക്കും. ജൂലൈ 17-ന് മിഥുൻ വിട പറഞ്ഞു. KSTA, സ്കൂൾ മാനേജ്മെന്റ്, വൈദ്യുതി, വിദ്യാഭ്യാസ വകുപ്പുകൾ ഇവർ ധനസഹായവും നൽകി. ഇതിനു പുറമെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് നിർദ്ദേശം നൽകി. 20 ലക്ഷം രൂപ ചെലവിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് പറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മാണവും പൂർത്തിയാക്കി. ഒന്നും പകരമാവില്ലെങ്കിലും സംസ്ഥാന സർക്കാർ തങ്ങളെ ചേർത്തു പിടിച്ചതിലും വീട് നിർമ്മിച്ചു നൽകുന്നതിലും നന്ദിയുണ്ടെന്ന് മിഥുന്റെ പിതാവ് മനു കൈരളി ന്യൂസിനോട് പറഞ്ഞു. മാനസികമായിട്ട് നല്ല വിഷമത്തിലായിരുന്നു. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് വന്ന് ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായാലും നമ്മുടെ സർക്കാരും എല്ലാം കൃത്യമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത് വളരെ ഒരു ആശ്വാസം എന്ന് പറയാനൊക്കത്തില്ല, എന്നാൽ പോലും വലിയ ആശ്വാസമാണ്. ഈ ഒരു അവസ്ഥയിൽ ആശ്വാസം എന്ന് പറയുന്നത് ശരിയല്ല. മിഥുന്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്ന് അമ്മ സുജയും പറഞ്ഞു. എനിക്ക് പറയാനൊന്നുമില്ല, ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു വീട്. പോയപ്പോൾ എൻ്റെ കുഞ്ഞ് എല്ലാം തന്നിട്ടാണ് പോയത്. പക്ഷേ എൻ്റെ മോൻ മാത്രം പോയില്ല, എല്ലാം തന്നിട്ടാണ് പോയത്. ജനപ്രതിനിധികളും നാട്ടുകാരും സർക്കാരിനോട് നന്ദി പറഞ്ഞു. ശരിക്കും നമുക്ക് നമ്മുടെ മനസ്സിനെയും നാടിനെയും എല്ലാം ഒന്നാകെ ദുഃഖത്തിലാക്കിയ സംഭവമായിരുന്നു. തീർച്ചയായിട്ടും അതിന് സംസ്ഥാന ഗവൺമെൻറ്റിനും വിദ്യാഭ്യാസ വകുപ്പിനും ബന്ധപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ നന്ദിയും കടപ്പാടും ഉണ്ട്. അത് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മിഥുൻ്റെ വേർപാടോടുകൂടി ഉണ്ടായത്. പക്ഷേ ആപത്തുകൾ ഉണ്ടാകാവുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആപത്തുകളിൽ പെടുന്ന ആളുകളെ എങ്ങനെ ഒരു ഭരണകൂടം ചേർത്ത് നിർത്തും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മിഥുൻ്റെ കുടുംബത്തോട് കേരള സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഇലക്ട്രിസിറ്റി ബോർഡും എല്ലാം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമുക്കറിയാം. ഈ മാസം വീടിൻ്റെ താക്കോൽ കൈമാറാനാണ് തീരുമാനം. ആ പഴയ വീടിൻ്റെ ആ ഭിത്തിയിൽ നമ്മുടെ മിഥുൻ ഒരു ചിത്രം വരച്ചിട്ടിരുന്നു. അവിടെ അവരച്ഛനും അമ്മയും അനിയനും അവനും ഉൾപ്പെടുന്ന ഒരു ചിത്രം. അതൊരു വീടിൻ്റെ ചിത്രം കൂടിയായിരുന്നു, ഒരു കുടുംബത്തിൻ്റെ ചിത്രം കൂടിയായിരുന്നു. അതവൻ്റെ സ്വപ്നമായിരുന്നു. വലുതാകുമ്പോൾ അവൻ്റെ അമ്മയെ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് അന്ന് അവൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ മുത്തശ്ശി ഉൾപ്പെടെ തേങ്ങലോടെ പറഞ്ഞത് ആരും മറന്നിട്ടില്ല. അതിപ്പോൾ യാഥാർത്ഥ്യമായി. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.